മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട നൽകാൻ കേരളം. വിലാപയാത്ര കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. അതേസമയം VSനെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ് ജന്മനാടായ ആലപ്പുഴ. തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്രയായി എത്തിക്കുന്ന മൃതദേഹം ആദ്യം പുന്നപ്പറ പറവൂരിലെ വീട്ടിലാണ് കൊണ്ടുവരിക. വൈകിട്ട് വലിയ ചുടുകാട്ടിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, വിലാപയാത്ര ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. ഇനിയും ആലപ്പുഴയിലേക്ക് അധിക ദൂരമില്ല എങ്കിൽ പോലും വഴിയിലുടനീളം പ്രവർത്തകരുടെ അന്ത്യാഞ്ജലി നടക്കുന്നുണ്ട്. അതുകൊണ്ട് യാത്ര വിചാരിച്ചതിലും കൂടുതൽ സമയം എടുക്കുന്നു. എപ്പോഴത്തേക്കായിരിക്കും ആലപ്പുഴയിലെ വീട്ടിലേക്ക് VSന്റെ മൃതദേഹം എത്തുക? വഴിയിലുടനീളം പ്രവർത്തകരുടെ അന്ത്യാഞ്ജലി, ശ്രദ്ധാഞ്ജലി. നിരവധി പ്രവർത്തകരാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ വിനീഷ്? തീർച്ചയായിട്ടും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഏത് സമയത്തേക്കായിരിക്കും VSന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലെ വസതിയിലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ദർബാർ ഹാളിൽ നിന്ന് 2:15 കൂടിയാണ്, സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് 2:15 കൂടിയാണ് വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി യാത്ര തിരിച്ചത്. ആ ഭൗതിക ശരീരവുമായി യാത്ര തിരിച്ച സമയത്ത് നമുക്ക് വലിയ തിരക്കായിരുന്നു ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം കാണാൻ സാധിച്ചത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 27 സ്ഥലങ്ങളിലായിരുന്നു ഈ ഭൗതിക ശരീരം കാണാനുള്ള സൗകര്യങ്ങൾ പ്രവർത്തകർക്കായി ഒരുക്കിയിരുന്നത്. പക്ഷേ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ കവലകളിലും, പ്രദേശത്ത് ഈ വിലാപയാത്ര കടന്നു പോകുന്ന ഓരോ കവലകളിലും നിരവധി പേർ VSന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും വലിയ തോതിൽ ആളുകൾ ഇത്തരത്തിൽ കൂടി നിൽക്കുന്നത് കൊണ്ട് അർദ്ധരാത്രിയിൽ പോലും, കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ നമുക്കിന്ന് പുലർച്ചയിലേക്ക് എത്തുന്നു, എന്തായിരുന്നാലും അർദ്ധരാത്രിയിൽ പോലും നിരവധി പേരാണ് VSന്റെ ഭൗതിക ശരീരം കാണാനായി വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും VSന്റെ ഭൗതിക ശരീരവുമായി കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ആലപ്പുഴയിലെ വസതിയിൽ എത്തിക്കുമെന്ന ഒരു പ്രതീക്ഷ, അത്തരത്തിലുള്ളൊരു പ്ലാനായിരുന്നു തയ്യാറാക്കിയിരുന്നെങ്കിൽ പക്ഷേ അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. കാരണം ഈ റോഡിൻ്റെ ഇരുവശത്തുമായി നിരവധി പേർ VSന് അന്തിമ ഉപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുതന്നെയാണ് ഇതിനൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നേരത്തെ തയ്യാറാക്കിയിരുന്ന പ്ലാനുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴും കരുനാഗപ്പള്ളി വിട്ടിട്ടേ ഉള്ളൂ. ഇനി ഓച്ചിറയിൽ അടുത്ത സ്ഥലത്തും ഇത്തരത്തിൽ VSന്റെ ഭൗതിക ശരീരം കാണാനായി നിരവധി പേർ കാത്തു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓച്ചിറ കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ അങ്ങനെ ആലപ്പുഴയിലെ വസതിയിലേക്ക് എപ്പോഴായിരിക്കും എത്തുക എന്നത് സംബന്ധിച്ചൊരു കൃത്യത നമുക്ക് ഇനിയും പറയാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദർബാർ ഹാളിൽ നിന്ന് 2:15 VSന്റെ ഭൗതിക ശരീരവുമായി വിലാപയാത്ര ആരംഭിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6:45 മണിയിലേക്ക് എത്തുന്നു. പുലർച്ചെ 6:45 എത്തുമ്പോഴും VSന്റെ ഭൗതിക ശരീരം കരുനാഗപ്പള്ളിയെ വിട്ടിട്ടുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും നിരവധി പേർ എത്തി VSന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ VSന്റെ വാഹനം പോകാൻ ഒരുക്കങ്ങൾ ഇപ്പോൾ പാർട്ടിയുടെ നേതാക്കൾ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വേഗതയിലേക്ക് VSന്റെ ഭൗതിക ശരീരവുമായി ആലപ്പുഴയിലേക്ക്. അതെ, കൊല്ലം ജില്ലയുടെ അതിർത്തിയാണ് ഓച്ചിറ എന്ന് പറയുന്ന കൊല്ലം ജില്ലയുടെ അതിർത്തിയാണ്. ആലപ്പുഴയിലേക്ക് പ്രവേശിക്കുകയാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ കൊല്ലം ജില്ലയിലൂടെ കടന്ന് VS സ്വന്തം ജന്മനാട്ടിലേക്ക് കടക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ കൂടി ചേർന്നു. സുധീഷ്, നമ്മൾ വിചാരിച്ചതിലും ഒക്കെ സമയക്രമങ്ങളൊക്കെ തെറ്റുന്നു. കാരണം വഴിയിലുടനീളം VSന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകൾ നിൽക്കുന്നത് കാരണം സമയത്തിലൊക്കെ മാറ്റമുണ്ട്. ഈ ആദ്യം തന്നെ VSന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു. പിന്നീട് പാർട്ടി ഓഫീസിൽ പൊതുദർശനമുണ്ട്. പിന്നീട് വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കുന്നു. ആലപ്പുഴയിൽ എവിടെയൊക്കെയാണ് പൊതുദർശനം, അതിൻ്റെ എവിടെയൊക്കെയാണ് ആളുകൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്, അതൊന്ന് പറയാമോ സുധീഷ്? വിനോദ്, ആദ്യം വീട്ടിലേക്ക് ആണ് കൊണ്ടുവരിക. അതിനുശേഷം 2 മണിക്കൂർ അവിടെ കാണും. അതിനുശേഷമാണ് CPM പാർട്ടി ഓഫീസായ
തിരുവമ്പാടിയിലെ പി കൃഷ്ണപിള്ള സ്മാരകത്തിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്നും റിക്രിയേഷൻ ഗ്രൗണ്ട്, ആലപ്പുഴ ബീച്ചിന് സമീപത്തുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും വിലാപയാത്രയായാണ് വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കുന്നത്. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ സംസ്കാരം നടത്തുന്ന ഇടമാണ് വലിയ ചുടുകാട്ടിലേത്. അവിടെ VSന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെയാണ് ചിതയൊരുക്കുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുന്നപ്ര വയലാർ സമരം മുതൽ സ്വാതന്ത്ര്യ സമര സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് മാറുകയും പിന്നെ CPM പിറവിയിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോന്ന 32 പേരിൽ അവശേഷിച്ചിരുന്ന ഏകയാളായിരുന്നു VS. ആ VSൻ്റെ വേർപാട് എന്നത് വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു വേദനയാണ് സമ്മാനിക്കുന്നത്. ആ ഒരു വേദന ഉൾക്കൊണ്ട് സംസ്ഥാനത്തിന് പുറത്തുനിന്നും അടക്കമുള്ളവർ ഇവിടെ VSന് വിട നൽകാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ വലിയ ചുടുകാട്ടിലെ സംസ്കാരം നടക്കുന്നിടത്തേക്ക് എത്തുന്ന വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്ന സഹാക്കളുടെ എണ്ണവും വലിയ രീതിയിലുണ്ട്. ഈ രീതിയിലുള്ളവർക്കെല്ലാം തന്നെ ഇവിടെ ആലപ്പുഴയിലേക്ക് എത്തുന്ന എല്ലാവർക്കും VSനെ ഒരു നോക്ക് കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. വീട്ടിലും അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസിലും പൊതു ദർശനമല്ല ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ഥലപരിമിതിയുണ്ട്. അവിടേക്കൊക്കെ എല്ലാവർക്കും സുഗമമായി കണ്ടു മടങ്ങുന്നതിനുള്ള ഒരു സൗകര്യക്കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് എല്ലാവരും എത്തിച്ചേരേണ്ടതെന്നാണ് പറയുന്നത്. ബീച്ചിൻ്റെ സമീപത്തും മറ്റും വലിയ രീതിയിൽ പാർക്കിംഗ് സൗകര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സുഗമമായി അവിടെ എത്തി കണ്ടു മടങ്ങാനുമുള്ള ഒരു സ്ഥല സൗകര്യം അവിടെയുണ്ട്. എന്നാൽ ഗതാഗത നിയന്ത്രണവുമുണ്ട്. വലിയ രീതിയിലുള്ള യാത്രാ തിരക്ക് ഇപ്പോൾ തന്നെ ആലപ്പുഴ നഗരത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഈ അവസ്ഥകളെല്ലാം തന്നെ മാറും. ഇപ്പോൾ ഇന്നലെ രാത്രി 9 മണിക്ക് വീട്ടിൽ എത്തിക്കും എന്ന് പറഞ്ഞതാണ് VSൻ്റെ മൃതദേഹം. എന്നാൽ ഇപ്പോഴും ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അവസ്ഥ. ഓച്ചിറയിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്ററോളം ദൂരമുണ്ട് പുന്നപ്ര പറവൂരിലെ VSൻ്റെ വസതിയിലേക്ക് എത്താൻ. അത് ഇനിയും എത്ര സമയം എടുക്കുമെന്നത് തന്നെയാണ് വലിയ ആശങ്ക ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞും ഉള്ള പൊതുദർശനങ്ങളടക്കമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ സുഗമമായി എല്ലാവർക്കും ഇതൊന്ന് കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയിലെ പൊതുദർശനങ്ങളിൽ സമയം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇന്ന് വൈകിട്ടത്തേക്ക് സംസ്കാരം നടത്താൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങും എത്രത്തോളം മുന്നോട്ട് പോകും എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വിനോദ്, അതെ, തീർച്ചയായും ഇനി ഒരു 50 കിലോമീറ്ററോളം ദൂരമുണ്ട് VSൻ്റെ വീട്ടിലേക്ക് വിലാപയാത്ര എത്താനായി. ഈ വലിയ ചുടുകാട്ടിൽ ഏത് ഭാഗത്തായാണ്, അതുകൂടി ഒന്ന് പറയാമോ സുധീഷ്? ഏത് ഭാഗത്തായാണ് വലിയ ചുടുകാട്ടിലെ പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്ത് തന്നെയാണോ VSന് ചിത ഒരുക്കുന്നത്? കാരണം നിരവധി പാർട്ടി നേതാക്കളുടെ അന്ത്യവിശ്രമ കേന്ദ്രം കൂടിയാണ് ആലപ്പുഴ വലിയ ചുടുകാട്. അവിടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ തലമുതിർന്ന നേതാവായ VSന് ചിത ഒരുക്കുന്നത് അവിടെ ഏത് ഭാഗത്താണ് എന്നുകൂടി പ്രേക്ഷകരുടെ അറിവിനായി ഒന്ന് പറയാമോ സുധീഷ്? വിനോദ്, ഇപ്പോൾ ഈ വലിയ ചുടുകാട്ടിലെ പ്രവേശന കവാടം കടന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടത്തു ഭാഗത്തായിട്ടാണ് VSന് ചിതയൊരുക്കുക. അത് TV തോമസിൻ്റെ അടക്കിയിട്ടുള്ളതിൻ്റെ തൊട്ട് മുന്നിൽ ഇടതുവശത്തായിട്ടാണ് വരിക. PKCയെയും PK ചന്ദ്രാനന്ദനെയും മറ്റും സംസ്കരിച്ചതും ഇതിന് സമീപത്ത് തന്നെയാണ്. അത്തരത്തിൽ VSന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചിതയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. അത് TV തോമസിൻ്റെ സംസ്കരിച്ചതിൻ്റെ തൊട്ട് മുന്നിൽ ഇടതുഭാഗം ചേർന്നും അതിന് സ്വല്പം വടക്കോട്ട് മാറിയിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ VSന് അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ VSന് ചിത ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ, അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. TV തോമസ് അന്ത്യവിശ്രമം കൊള്ളുന്ന അതിന് തൊട്ടടുത്തായിട്ടാണ് PK ചന്ദ്രാനനെയും ഒക്കെ സംസ്കരിച്ചതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് VSന് ചിത ഒരുക്കുന്നത്. വിനീഷ് ചേർന്നു. വിനീഷ്, ഇപ്പോൾ സുധീഷ് പറഞ്ഞ പ്രകാരം ഏകദേശം 50 കിലോമീറ്ററോളം ദൂരമുണ്ട് VSൻ്റെ വീട്ടിലേക്ക് ഇനി വിലാപയാത്ര എത്താനായി. ആലപ്പുഴ എന്ന് പറയുന്നത് VSൻ്റെ സ്വന്തം നാടാണ്. നിരവധി പ്രവർത്തകർ, നമുക്കറിയാം VS അനുകൂലികളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ആലപ്പുഴ. അപ്പോൾ സ്വാഭാവികമായും ആലപ്പുഴയിൽ വികാരനിർഭരമായ അന്ത്യാഞ്ജലിയാണ് ആളുകൾ നൽകുക. നിരവധി ആളുകൾ ആലപ്പുഴയിലേക്ക് തന്നെയാണ് എത്തുക. ആലപ്പുഴ ജില്ലയ്ക്ക് ഇന്ന് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ വിനീഷ്.
വി എസിൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൊല്ലം ജില്ല കടക്കുകയാണ്. ഓച്ചിറയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഓച്ചിറ കഴിഞ്ഞാൽ പിന്നീട് ആലപ്പുഴ ജില്ലയാണ്. നിരവധി ആളുകൾ ഈ പുലർച്ചെയും വി എസിന് അന്ത്യാഞ്ജലിയേകാൻ നഗരപാതകളിൽ ഒത്തുകൂടുന്നു എന്നുള്ള കാഴ്ചകളാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇനി വി എസിൻ്റെ വീട്ടിലേക്ക് എത്താൻ. വേലിക്കകത്ത് വീട്ടിലേക്ക് എത്താനായി അന്ത്യയാത്ര ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകർ നഗരപാതകളിൽ കാത്തു നിൽക്കുന്നുണ്ട്. വിനീഷ്, സുധീഷ് പറഞ്ഞത് പ്രകാരം ഏകദേശം 50 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇനിയും വീട്ടിലേക്കെത്താൻ വി എസിൻ്റെ അന്ത്യയാത്ര. സ്വാഭാവികമായി ആലപ്പുഴ ജില്ലയിൽ വി എസിന് ആരാധകർ ഏറെയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. വി എസ് അനുകൂലികളുടെ ശക്തി കേന്ദ്രം കൂടിയാണല്ലോ ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ അണികളുടെ എണ്ണം കൂടുതലുമായിരിക്കും. അപ്പോൾ യാത്രയുടെ സമയം വീണ്ടും നീളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ വിനീഷ്. ആലപ്പുഴ ജില്ലയ്ക്ക് ഇന്ന് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ വിനീഷ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ ആ ഒരു ജംഗ്ഷനിൽ നിരവധി പ്രശ്നത്തിന് സമാനമായി തന്നെയാണ് വി എസിന് അന്തിമ ഉപചാരം അർപ്പിക്കാനായി ഇപ്പോൾ ഓച്ചിറയിലും നിരവധി പേർ നൂറുകണക്കിന് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ വികാരനിർഭരമായ ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് വി എസിന്റെ മരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വി എസിന്റെ ആ ഒരു മരണം അറിയുന്ന സമയം മുതൽ തന്നെ നിരവധി പേർ തന്നെയാണ് വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നത്. കണ്ണീരോടെ ഓരോരുത്തരും വി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓച്ചിറയായി കഴിഞ്ഞു. ഇനി ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശമാണ് ഓച്ചിറ. ഇനിയും വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ഒരു നീണ്ട നിര തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം 2:15 ദർബാർ ഹാളിൽ നിന്നാണ് വി എസിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് തിരിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് ഇത്തരത്തിലാണ്. പ്രത്യേകിച്ച് വി എസിന്റെ ഭൗതിക ശരീരം രാത്രിയോടുകൂടി വീട്ടിലെത്തിച്ചതിന് ശേഷം രാവിലെ 9 മണിയോടുകൂടി ആലപ്പുഴയിലെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് പൊതുഗ്രൗണ്ടായ അവിടെ എത്തിച്ച് പ്രത്യേകിച്ച് പോലീസ് ഗ്രൗണ്ടിലേക്ക് ആലപ്പുഴയിലെ പോലീസ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ച് അവിടെ പൊതുദർശനത്തിന് വി എസിന്റെ ഭൗതിക ശരീരം വയ്ക്കുക. അതിനുശേഷം അവിടെ എല്ലാവർക്കും ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ തീർച്ചയായും വി എസിന്റെ അന്ത്യയാത്രയ്ക്ക് അന്ത്യാഞ്ജലിയാകാനായി നിരവധി ആളുകളാണ് വഴിയോരങ്ങൾ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. ഓച്ചിറയിലാണ് ഇപ്പോൾ വിലാപയാത്ര എത്തിയിട്ടുള്ളത്. ഇനിയും കായംകുളമാണ്. അങ്ങോട്ടേക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് വി എസിൻ്റെ അന്ത്യയാത്ര പ്രവേശിക്കുന്നു. ഇന്ന് വൈകിട്ട് ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷും സുധീഷ് ഗോപാലും.